നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നു, എനിക്ക് ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നല്ലോ. അങ്ങോട്ട് ഞാൻ ഓടിച്ച് തിരിച്ച് നിനക്ക് ഓടിച്ചു വിടായിരുന്നു. കഷ്ടം തന്നെ. ഡ്രൈവിംഗ് പഠിച്ച ലൈസൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്ത് കാര്യം? ഞാനേ ഡ്രൈവിംഗ് പഠിച്ചിട്ട് എത്ര വർഷമായി നിങ്ങൾക്ക് അറിയാമോ? പിന്നെ വണ്ടി ഓടിക്കാത്തത് നിങ്ങൾ എനിക്ക് വണ്ടി ഓടിക്കാൻ തരത്തില്ലല്ലോ. പിന്നെ +2 പഠിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഞാൻ ലൈസൻസ് എടുത്തതാണ്. അത് നിങ്ങൾക്ക് ഓർമ്മയാണ്. പിള്ളേരുടെ മുമ്പിൽ വെച്ചാൽ എന്നെ നാണം കെടുത്തത്. ഇത് ഞാനൊരു വെല്ലുവിളിയായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ +2 കഴിഞ്ഞപ്പം ഡ്രൈവിംഗ് പഠിച്ച് ആലോചിച്ച് നോക്കണം, നിങ്ങൾ എത്ര വർഷത്തെ ഒരു എൻ്റെ ലൈസൻസിന് ഒരു ഇതുണ്ടെന്ന് എന്തോ അത് എക്സ്പയറി ഉണ്ടെന്ന് എക്സ്പയറി. അപ്പം അത്രയും വർഷം പഴക്കമുള്ള എന്നെയാണ് നിങ്ങൾ വെല്ലുവിളിച്ചത്. കാണിച്ചു തരാം. ഞാൻ ചുമ്മാ പറഞ്ഞാടി, എനിക്ക് വലിയ ക്ഷീണമൊന്നുമില്ല, ഞാൻ ഓടിച്ചോളാം, കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വണ്ടി ഓടിക്കാൻ ഞാൻ അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ വളം വരുമ്പോൾ അങ്ങോട്ട് തിരിക്ക്, ഇങ്ങോട്ട് തിരിക്ക്, നിർത്ത്, പിടിക്ക്, ഹാൻഡ് ബ്രേക്ക് ഇട്, ഇങ്ങനെയുള്ള ഒറ്റ കാര്യം പറയാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഞാനൊന്നും പറയാറില്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ളപ്പം ഇഷ്ടമുള്ളിടത്തോട്ട് വളയ്ക്കും. ഇഷ്ടമുള്ളപ്പോൾ ഞാൻ ഗിയർ മാറ്റും. ചിലപ്പോൾ ഞാൻ ഗിയർ മാറ്റാതെ വണ്ടി ഓടിക്കും. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഓക്കെ. അല്ല, ഇപ്പൊ ഈ ഡ്രൈവിങ്ങിന്റെ ഇപ്പൊ ഈ കുറെ നിയമങ്ങളൊക്കെ മാറ്റിയല്ലോ. ഇതെന്ത് ഈ 2 കമ്പി ഇപ്പൊ ഒരേപോലെ ഇരിക്കുന്നത്? സത്യത്തിൽ ക്ലച്ച് ചെയ്താൽ ബ്രേക്ക് ചെയ്യാന്ന് എങ്ങനെ മനസ്സിലാക്കും? എനിക്ക് പിന്നെ ചെറിയൊരു സംശയമുള്ളൂ. സത്യത്തിൽ എനിക്കൊരു സംശയമല്ല, എനിക്കറിയാം. പിന്നെ എന്നാലും ഞാൻ ചോദിക്കും, ഈ ക്ലച്ച് ചവിട്ടിയിട്ടാണോ ബ്രേക്ക് ചവിട്ടേണ്ടത്, ഈ ബ്രേക്ക് ചവിട്ടിയിട്ടാണോ ക്ലച്ച് ചവിട്ടുന്നത്? സ്കൂളിൽ പഠിക്കുമ്പോൾ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും ഇപ്പോൾ ഒരേപോലെ ഇരിക്കും. നേരത്തെ എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഇച്ചിരി ഇതായിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് ഇച്ചിരി താന്നു ഇരിക്കുമായിരുന്നു. ഇപ്പോഴത്തെ പുതിയ വണ്ടികളുടെ ഒക്കെ എനിക്കറിയത്തില്ല, ഇതിപ്പോ ഇങ്ങനെ വന്നു. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാ. പിന്നെ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? വണ്ടി തന്നെ പോയിക്കൊണ്ടിരിക്കും. നമ്മള് ഗിയർ മാറ്റണ്ടേ? ഗിയർ മാറ്റി എന്നെ പഠിപ്പിക്കാൻ നിൽക്കില്ല എന്റെ പൊന്നച്ച. വാഷിംഗ് മെഷീനകത്തൊക്കെയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആയിരിക്കും, അങ്ങ് ഇട്ടാൽ മതി. വണ്ടിക്ക് പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ എന്തായാലും മാറ്റി വരും. എനിക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഗിയർ മാറ്റി അതിന്റെ കാര്യം നോക്കിയാണ് ഇരിക്കുന്നത്. എന്റെ ദൈവമേ, ഇനി ഇതിനെ എങ്ങനെ ഇറക്കും നീ? എന്റെ പൊന്നപ്പ ഞങ്ങളെവിടെ വല്ലതും ഇറക്കി വിടാവോ? അപ്പൊ ഞങ്ങൾ ബസ് ഓട്ടോ എന്ത് വേണമെങ്കിലും വിളിച്ചവളെ വന്നോളാം. ഞങ്ങളാണ് വിട്ടേ, നിങ്ങൾ വായിക്കോ.